ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനുമായിട്ട് കൂടിച്ചേരുക എന്ന ആ ഒരു യോഗബുദ്ധി, ആ യോഗബുദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു മാർഗം തന്നെ ശ്രേയസ്കരമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ജന്മത്തിൽ ഏതെങ്കിലും രീതിയിൽ അതിന് തടസ്സം വരികയോ, ഇനി അതല്ല മരണത്തിന് മുമ്പും ആ ഒരു പൂർണ്ണമായ യോഗാവസ്ഥയിൽ എത്താതെ മരിക്കേണ്ടി വന്നാൽ പോലും ആ ചെയ്ത യോഗ അഭ്യാസമൊന്നും തന്നെ നിഷ്ഫലമാകുന്നില്ല. പിന്നീട് അടുത്ത ജന്മത്തിൽ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ താഴേത്തട്ടിലുള്ള ആളെക്കുറിച്ച് പറയുന്നു. അതായത് ഇങ്ങനെയൊരു യോഗാവസ്ഥയുണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ കർമ്മവാസനയുടെ ആധിക്യം കാരണം ഒരു ജന്മത്തിൽ അത്ര അങ്ങോട്ട് ആ ഒരു സാധനാമാർഗത്തിൽ പോകാൻ സാധിച്ചില്ല. എന്നാൽ ആഗ്രഹം കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പരിശീലിക്കും, അല്ലെങ്കിൽ ഒരു സ്വാധ്യായം എന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്യുകയോ സത്സംഗത്തിൽ പ്രഭാഷണം കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് മനസ്സിൽ ആ ഒരു ആഗ്രഹം ഇങ്ങനെ വയ്ക്കും. പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നുമില്ല. അങ്ങനെയുള്ളവരുടെ ഗതി പിന്നീടുള്ള ജന്മത്തിൽ എന്തായിരിക്കും? അതാണ് 44-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. പൂർവ അഭ്യാസേന തേനൈവ ഹ്രിയത്തെ ഹി അവശഃ അപി ഹ്യവശോപി സഹ ജിജ്ഞാസുഹു അപി ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മ അതിവർത്തതേ ശബ്ദബ്രഹ്മാതിവർത്തതേ സഹ. അതായത് ഇപ്പോൾ പറഞ്ഞ ആൾ ഒരു ജന്മത്തിൽ ഒരുപാടൊന്നും സാധന അനുഷ്ഠിച്ചില്ല, പക്ഷെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വലിയ സാധനകളൊന്നും ചെയ്യാതെ ആ ജന്മം കഴിഞ്ഞു. അങ്ങനെ പുനർജനിച്ച ആ ആൾ അവശഃ അപി, അവശഃ എന്നാൽ പ്രകൃതിക്ക് അധീനനായിട്ട് കുറേ കാലം ജീവിക്കും. അങ്ങനെ ആ പ്രകൃതിക്ക് അധീനനായി ജീവിച്ചാൽ പോലും, അതാണ് അവശഃ എന്ന് പറഞ്ഞത്. പ്രകൃതിയുടെ ആ ഗുണം, പ്രകൃത്യാ കിട്ടിയ ഗുണത്തിനനുസരിച്ചായിരിക്കും അതുവരെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുക. എന്നാൽ തേന, ആ ആളിനാൽ, പൂർവാഭ്യാസേന ഏവ, കഴിഞ്ഞ കാലത്തെ, കഴിഞ്ഞ ജന്മത്തിലെ കുറച്ചു നാളത്തെ ആ ഒരു സംസ്കാരം, പൂർവാഭ്യാസം കുറച്ചു നാളെങ്കിലും ഇടയ്ക്കിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഹ്രിയത്തെ, ഈ ആത്മാന്വേഷണത്തിന് കൂടുതൽ ഒരു പ്രേരണ ഉണ്ടാകുന്നു. അതിനായിട്ട് കൂടുതൽ സാധന ചെയ്യണമെന്ന ആഗ്രഹം വരുന്നു. ഇങ്ങനെ യോഗസ്യ, ഈ ഒരു യോഗാവസ്ഥയിൽ എത്തണം, ഈശ്വരനെ അറിയണം എന്ന ജിജ്ഞാസുഹു അപി, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം, അപി അതുപോലും ശബ്ദബ്രഹ്മ, ഇവിടെ ശബ്ദബ്രഹ്മം എന്നതുകൊണ്ട് ഈ ക്ഷരബ്രഹ്മം എന്ന് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷരബ്രഹ്മം, അക്ഷരബ്രഹ്മം, ക്ഷരമായിരിക്കുക, അതായത് നശിക്കുന്ന ഈ പ്രകൃതിയുടെ രൂപത്തിൽ ഇരിക്കുന്നതും ആ പരബ്രഹ്മം തന്നെയാണ്. അപ്പം അങ്ങനെ നശിക്കുക എന്ന് വെച്ചാൽ ഇല്ലാതായിത്തീരുക. പിന്നീട് ആ അക്ഷരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന ഈ പ്രകൃതിയും
ആ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ക്ഷരബ്രഹ്മം അഥവാ ഇവിടെ ശബ്ദബ്രഹ്മം എന്നതുകൊണ്ട് പ്രപഞ്ചം എന്നർത്ഥം. ഈ പ്രപഞ്ച അനുഭവത്തെ, അതായത് പ്രകൃതിയുടെ ആ അധീനതയെ അതിവർത്തതേഹി, അതിനെ മറികടക്കുന്നു. അപ്പൊ എങ്ങനെയായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കുറച്ച് സാധന അനുഷ്ഠിച്ചവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, കുറേ അനുഷ്ഠിച്ചവർക്കും, ഇനി ഒരുപാട് കാലം ഇതിൽ പോയവർക്കും, പല തലത്തിലുള്ളവരെ കുറിച്ചാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കുറച്ചു മാത്രം സാധന അനുഷ്ഠിച്ചവർക്ക് പോലും പിന്നീടുള്ള ആ ജന്മത്തിൽ, ആദ്യമൊക്കെ കുറേ നാൾ ഒരു പക്ഷേ ഒരു സാധാരണ വിശ്വാസിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം, ഇനി ഒരു പക്ഷെ അതുപോലും ഇല്ലാതെ അങ്ങനെയുള്ള സാഹചര്യമൊന്നും കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരാൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് അങ്ങനെ ഒരു മനം മാറ്റം സംഭവിക്കുന്നതായിട്ട് പലരെയും നമ്മൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഇതാണ്. കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ കുറച്ചു നാളെങ്കിലും ഈ ഒരു സാധന അനുഷ്ഠിച്ചിരുന്നു. അതാണ് ഈ ജന്മത്തിൽ ഇടക്ക് വെച്ച് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിറകിന് തീപിടിക്കുന്നത് പോലെ അതിനോടൊരു കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഇത്തരം കാര്യങ്ങൾ അറിയാനുമൊക്കെയുള്ള ഒരു ആവേശം ഉണ്ടായിത്തീരാം. അപ്പം ഇതൊക്കെ ഭഗവാൻ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യുന്നു. അങ്ങനെ അതാണ് ഭഗവാൻ പറഞ്ഞത്, കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒപ്പം ഈ ജന്മത്തിൽ ആ ഈശ്വര യോഗം ഭഗവാനോട് ചേരണം എന്ന ഒരാഗ്രഹം മാത്രം മതി. ആ ആഗ്രഹം പോലും നിങ്ങളെ ഈ പ്രപഞ്ച അധീനതയിൽ നിന്ന് മറികടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് പുണ്യത്തെ തരുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പുരാണങ്ങളിലൊക്കെ ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവാണ് അഗസ്ത്യശാപം നിമിത്തം പിന്നീട് ഒരു ആനയായി ജനിക്കേണ്ടി വന്നത്. ആദ്യമൊക്കെ ആനയുടേതായിട്ടുള്ള എല്ലാ ചാപല്യങ്ങളോടും കൂടെ കളിച്ച് രസിച്ച് നടന്നെങ്കിലും ഒരു ആപദ്ഘട്ടം വന്നപ്പോൾ പൂർവജന്മസ്മരണയിൽ ആ പരബ്രഹ്മസ്വരൂപനെയാണ് വിളിച്ച് സഹായത്തിന് അപേക്ഷിച്ചത്. അത് പെട്ടെന്നുള്ള ഒരു ഉണർവാണ്, ഉള്ളിൽ നിന്ന് വന്ന ആ സംസ്കാരത്തിൻ്റെ ആ ഒരു ഉണർവായിരുന്നു അത്. ഇതുപോലെ തന്നെ ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് ഭരത ചക്രവർത്തി. അദ്ദേഹം തപസ്സിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു മാൻകുട്ടിയോട് ഉള്ള ഒരു അമിത സ്നേഹം കാരണം ആ മാൻകുട്ടിയെ തന്നെ വിചാരിച്ച് തൻ്റെ തപസ്സിൽ നിന്നൊക്കെ ഇളകിപ്പോയി. അങ്ങനെ പിന്നീടുള്ള ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു. ആ മാനായിട്ട് ജനിച്ചപ്പോൾ പോലും ഉള്ളിൽ പൂർവജന്മത്തിലെ ആ ഒരു സ്മരണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മാൻ ഒരാശ്രമത്തിൽ പോയി താമസിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ മാൻ പിന്നീട് ജനിച്ചതാണ് ജഡഭരതനായിട്ട്. ആ ജന്മത്തിലും പൂർവജന്മസ്മരണയുണ്ടായിട്ട് ആരോടും അടുക്കാത്ത ഒരു ജന്മമായിരുന്നു ജഡഭരതൻ്റെ. ഈ ഒരു കഥ ഭാഗവതത്തിൽ വരുന്ന കഥയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഓരോ ചിന്തയും ഒരു സംസ്കാരമായി നമ്മുടെ ഉള്ളിൽ ആ സൂക്ഷ്മ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആ സംസ്കാരം പിന്നീടുള്ള ജന്മത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പെട്ടെന്ന് ചില ഘട്ടങ്ങളിൽ വെച്ച് നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ ഒരു ആവേശം, താല്പര്യമുണ്ടാകുന്നത്. അങ്ങനെ താല്പര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ള ആ ഒരു സാഹചര്യവും ഭഗവാൻ ഒരുക്കിത്തരും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ ഒരു ധർമ്മം, ഈ ഒരു സാധന കുറച്ചനുഷ്ഠിച്ചാൽ മതി.
ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇനി പ്രായമായില്ലേ, ഇനി അനുഷ്ഠിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ, ഇത്രയും പ്രായമായി എനിക്കിതിലൊന്നും മനസ്സുറപ്പിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഈ തത്വമൊന്നും മനസ്സിലാകുന്നില്ല, അങ്ങനെ യാതൊരു വിഷമവും വേണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ മനസ്സിലാകുന്നില്ല എങ്കിൽ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. മനസ്സിലാകുമോ ഇല്ലയോ ഒന്നും നോക്കണ്ട. അത് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമാത്രം മതി. ആ സംസ്കാരം പിന്നീടുള്ള ജന്മത്തിൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. പിന്നീടുള്ള ജന്മത്തിൽ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങനെയൊക്കെ ആത്മീയ പാതയിൽ മുന്നേറണമെന്ന ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ഓരോ അടിയും ആ യോഗ പാതയിലേക്കുള്ള ഓരോ സ്റ്റെപ്പും, നമ്മുടെ ഓരോ കാൽവെപ്പും അത് നമുക്ക് പിന്നീടുള്ള ജന്മത്തിൽ വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ കളയാതെ കഴിയുന്നത്ര കേൾക്കുക, വായിക്കുക, ചിന്തിക്കുക. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. ഭഗവാൻ സവികൽപ്പ സമാധിയെയും നിർവികൽപ്പ സമാധിയെയും കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇതൊന്നും ഒരു ജന്മത്തിൽ സാധിക്കാൻ വേണ്ടിയല്ല ഭഗവാൻ പറഞ്ഞത്. അതൊരു ലക്ഷ്യമായിട്ട് മനസ്സിൽ വയ്ക്കാനാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ എനിക്ക് അത്രയും പുരോഗതി ഇല്ലല്ലോ എന്നൊന്നും വിഷമിക്കേണ്ട. കാരണം ഇത് പല ജന്മങ്ങളിലായി നേടിയെടുക്കേണ്ടതാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അതാണ് 45-ാമത്തെ ശ്ലോകം. പ്രയത്നാത് യതമാനഃ തു പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതഃ അനേക ജന്മ സംസിദ്ധസ്തതോ യാതി പരാംഗതിം. പ്രയത്നാത് ഓരോ ജന്മങ്ങളിലും ഉണ്ടാകുന്ന, ഓരോ ജന്മത്തിലും തുടരുന്ന ആ ഒരു പ്രയത്നത്തിലൂടെ യതമാനഃ അങ്ങനെ യത്നിക്കുന്ന യോഗീതു ആ സാധകനാകട്ടെ ഓരോ ജന്മം കഴിയുന്തോറും സംശുദ്ധ കിൽബിഷഃ, കിൽബിഷം പാപമൊക്കെ ഒടുങ്ങി, കർമ്മവാസനയൊടുങ്ങി സംശുദ്ധനായിട്ട് ശുദ്ധമാനസനായിട്ട് അനേക ജന്മ സംസിദ്ധഃ പല ജന്മം കൊണ്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് കടന്നു വന്ന ആ ഒരു അനുഭവത്തിലൂടെ അവിടെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കർമ്മവാസന ഒടുങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന ഹൃദയ ശുദ്ധി, തതഃ അനന്തരം പരാംഗതിം യാതി തീർച്ചയായും ഒരിക്കൽ ഈ ഒരു നിർവികൽപ്പ സമാധിയിൽ ആ ഒരു യോഗാവസ്ഥയിൽ എത്തുക തന്നെ ചെയ്യും. അതാണ് പരാംഗതിം യാതി, ആ പരമമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഒരു ജന്മം കൊണ്ട് സാധിക്കുന്നതല്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. എന്നാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എത്താവുന്നിടത്തോളം എത്തട്ടെ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അത് ആസ്വദിച്ചുകൊണ്ട്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതെ ലക്ഷ്യം അവിടെ ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നീട് ആ യാത്ര ആസ്വദിക്കുക.
അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഓരോ അനുഭവവും നമ്മുടെ ഉള്ളിലെ ആ ഒരു കർമ്മവാസന ഒടുങ്ങുന്തോറും ഉണ്ടാകുന്ന ഒരു ഹൃദയ വിശാലതയും ഹൃദയശുദ്ധിയും നമ്മിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കും. ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ ചിന്താഗതി മാറും. ആ മാറ്റം ആസ്വദിക്കുക. ആ മാറ്റം നമുക്ക് കൂടുതൽ കൂടുതൽ സാധന തീവ്രമാക്കാനുള്ള ഒരു പ്രേരണ തരും. അങ്ങനെ തീവ്രമായ സാധന അതൊന്നും ഒരിക്കലും സ്വയം ഏതെങ്കിലും രീതിയിൽ ശരീരത്തെ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല, ഒരു വല്ലാത്തൊരു ശാഠ്യത്തോടുകൂടെ ഒരിക്കലും ഈ ഒരു പാതയിൽ പോവരുത്. സ്വാഭാവികമായി വന്നു ചേരുന്ന വിരക്തി വരട്ടെ, അങ്ങനെ ചിന്തിക്കാവൂ. അല്ലാതെ ഒരു വിരക്തനായിട്ട് നമ്മൾ അഭിനയിക്കുകയൊന്നും വേണ്ട. അത് സ്വാഭാവികമായി വന്നുകൊള്ളും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് വരിക തന്നെ ചെയ്യും. അത് കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കർമ്മവാസന ഒടുങ്ങുന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ ഭഗവാൻ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ഏതൊക്കെ ഘട്ടത്തിലെത്തുന്നുവോ അതിൻ്റെ തുടർച്ചയായി അടുത്ത ജന്മത്തിൽ അവിടെ നിന്ന് വീണ്ടും ഉയർച്ചയിലെത്തുന്നു. ആ ജന്മത്തിലും നമ്മൾ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നീടുള്ള ജന്മം കൂടുതൽ ആ ഒരു യോഗ സാധനയിലായിരിക്കും. നമ്മൾ ആ ഒരു തീവ്രത നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് പലർക്കും, ചില ആളുകൾക്കെങ്കിലും വളരെ ചെറുപ്പത്തിൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം വരുന്നു. ചിലവർക്ക് ഒരു മധ്യവയസ്സിലായിരിക്കും വരിക, ചിലവർക്ക് പ്രായമായിട്ടായിരിക്കും വരിക. ഇതൊക്കെ നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ വലിയ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട്, എന്നെങ്കിലും ഇങ്ങനെ ഒരു ആത്മീയ കാര്യത്തിൽ താല്പര്യം വന്നു എന്നാൽ തന്നെ നമ്മൾ തിരിച്ചറിയണം, കഴിഞ്ഞ ഏതോ ജന്മത്തിൽ ഞാനിത് തുടങ്ങി വച്ചിരുന്നു, അതിൻ്റെ തുടർച്ചയാണിപ്പോഴിത്. ഇനി ഇതും കൂടുതൽ കൂടുതൽ തീവ്രതയോടെ ആഗ്രഹത്തോടെ ഞാൻ ചെയ്യണം. അപ്പോഴും ആലോചിക്കുക, ഇതൊന്നും നമ്മളിങ്ങനെ വാശിയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിടിച്ചു വെച്ചൊന്നും ചെയ്യേണ്ടതല്ല. ആ യാത്ര ആസ്വദിക്കണം. പ്രഭാഷണം കേട്ടും ഭക്തിഗാനങ്ങൾ കേട്ടും സ്വാധ്യായം ചെയ്തുമൊക്കെ നമ്മൾ അതിനെ ആസ്വദിച്ചുകൊണ്ട് ആ ഒരു യാത്രയിൽ അങ്ങനെ മുന്നേറണം. ഒപ്പം താത്വികമായ കാര്യങ്ങൾ മനസ്സിൽ മനനം ചെയ്യുകയും വേണം. ഇങ്ങനെ നമ്മുടെ ഓരോ ജന്മവും സാർത്ഥകമാക്കി കൊണ്ടുവരിക. അപ്പോഴൊക്കെ മനസ്സിൽ ആ ലക്ഷ്യബോധമുണ്ടാവണം. പക്ഷേ അത് ഈ ജന്മം തന്നെ എനിക്ക് സാധിക്കണം എന്ന ഒരു ശാഠ്യമൊന്നും വേണ്ട. എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോവുക. പക്ഷേ ലക്ഷ്യം ഇതാണെന്ന് മാത്രം. ആ ഒരു ചിന്ത മാത്രം മതി. യാത്ര ആസ്വദിക്കുക. എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരും, ഒരു ഘട്ടം എത്തിച്ചേരും. പലരും കാൽനടയായിട്ട് ഈ ലോകം കറങ്ങുക, അല്ലെങ്കിൽ ഈ ഇന്ത്യ തന്നെ മുഴുവൻ കറങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട്, സഞ്ചരിച്ച ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു സന്ധ്യാസമയം വരെ എവിടെ എത്തുമോ അവിടെ കിടക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും നടക്കുന്നു. അങ്ങനെ എവിടെ എത്തിച്ചേരുന്നോ അവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ജന്മത്തിലും എവിടെ എത്തിച്ചേരുന്നുവോ അവിടെ നിന്ന് ശരീരം വിട്ടാലും മരിച്ചു പോയാലും അടുത്ത ജന്മത്തിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് തുടങ്ങുക തന്നെ ചെയ്യും. അതിനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കിക്കൊള്ളും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. കാരണം നമ്മുടെ ഉള്ളിലെ സംസ്കാരം അത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ചെയ്യാൻ അങ്ങനെ ഒരു താല്പര്യം വന്നു എന്ന് കണ്ടാൽ തന്നെ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമായി എന്ന് കരുതുക. അങ്ങനെ കഴിയാവുന്നത്ര സാധന ചെയ്യുക. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷ അനേക ജന്മ സംസിദ്ധി തതോ യാതി പരാം ഗതിം.
ഈ ഒരു യോഗ വിവരണം ഉപസംഹരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഭഗവാൻ ഒരു യോഗിയായി തീരുന്നവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുകൂടെ അവിടെ ഓർമ്മിപ്പിക്കുന്നു. അതിനായിട്ട് 46-ാമത്തെ ശ്ലോകം, തപസ്വിഭ്യഃ അധികഃ തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യഃ അപി ജ്ഞാനിഭ്യോപി മതഃ അധികഃ മതോധികഃ കർമ്മിഭ്യഃ ച അധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവ അർജുന. യോഗി തൻ്റെ ചിത്തത്തെ ഭഗവാനിൽ വച്ചിരിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ എത്തിപ്പെട്ടയാൾ, അങ്ങനെ ആയാലും മതി, അങ്ങനെയുള്ള ആൾ തപസ്വിഭ്യഃ, തപസ് എന്നതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അസുരന്മാർ പോലും തപസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തപസ് എന്ന് പറയുന്നതൊരു പൂർണ്ണമായും നല്ലൊരു ആത്മീയ മാർഗമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ച് ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ഇതിൽപ്പെടും. അപ്പോഴും എന്താണ്, ഭഗവാനിൽ മനസ്സ് വെക്കുകയല്ല അവിടെ ലക്ഷ്യം. അവിടെ തനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, അത് നേടാൻ ഭഗവാൻ ഒന്ന് സഹായിക്കണം. അങ്ങനെ തപസ് ചെയ്യുന്നവരെക്കാളും അധികം, അവരിലും അധികം ഇനി ജ്ഞാനിഭ്യഃ അപി, ചില ആളുകൾ ഒരുപാട് അറിവ് നേടാൻ വേണ്ടി തീർച്ചയായും സ്വാധ്യായം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. പക്ഷെ ആ അറിവിലങ്ങ് അഭിരമിക്കാതെ തൻ്റെ അറിവിങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും തനിക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് കാണിക്കുന്നതിലും അതിലൊരു കേമത്വം വിചാരിക്കുന്നവരെക്കാളും അധികഃ മതഃ, അതായത് ഇവരെക്കാളുമൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവൻ യോഗിയാണ്. ഇനി കർമ്മിഭ്യഃ ച അധികഃ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മൾ ഭഗവാനു വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യുന്ന ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. എന്നാൽ ഇന്ന് അതിനൊക്കെയാണ് ആളുകൾ വല്ലാത്ത ഒരു താല്പര്യത്തോടെ, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം. ഈ മനസ്സ് ഭഗവാനിൽ വച്ചിരിക്കുക എന്നതിനേക്കാളും ബാഹ്യമായ ആചാരങ്ങളിലൂടെ ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ, അതൊക്കെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് എന്ന ചിന്തയിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, എന്നാൽ മനസ്സ് ഭഗവാനിൽ വയ്ക്കാൻ പലരും മറന്നു പോകുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇവിടെ കർമ്മം എന്നതുകൊണ്ട് കാമം, അതായത് ഫലം ആഗ്രഹിച്ചു കൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മത്തെക്കാളും അധികഃ ശ്രേഷ്ഠഃ യോഗി, അങ്ങനെ അവരെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഹേ അർജുന, അല്ലയോ അർജുന, തസ്മാത്, അതുകൊണ്ട് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠൻ യോഗിയാണ് എന്നതുകൊണ്ട് യോഗീ ഭവ, നീ നിഷ്കാമ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് സമചിത്തതയുള്ള ഒരു യോഗിയായി തീരൂ അർജുന, അവരെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞ് സമർത്ഥിച്ചു വെക്കുകയാണ്, ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധയുടെ എത്രയോ അധികം ശ്രദ്ധ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ വെച്ചിരിക്കാൻ കാണിക്കണം. അതിനുള്ള സാധനയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കഴിയുന്നത്ര സമയം ഭഗവാനെക്കുറിച്ച് മനനം ചെയ്യാനായിരിക്കണം നമ്മുടെ ഓരോ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം സ്വാധ്യായം. അല്ലാതെ ഈ സ്വാധ്യായം ചെയ്തതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്ന് വായിച്ചതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടും എന്ന് വിചാരിച്ചാവരുത്.
ഭഗവാന്റെ ലീലകൾ വായിക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ അങ്ങനെ ആസ്വദിക്കാനായിരിക്കണം ആ വായന. അതിലെ ഫലശ്രുതി കേട്ട് മോഹിച്ചിട്ടാവരുത് നമ്മുടെ സ്വാധ്യായം. വ്രതാനുഷ്ഠാനങ്ങൾ പോലും ആ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ, ആ വ്രതത്തിൻ്റെ മറ്റൊരു വാക്കാണ് ഉപവാസം. ഉപ എന്നാൽ അടുത്ത്. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത് വസിക്കുക, അതാണ് ഉപവാസം. അങ്ങനെ ആഹാരാദി ചിന്തകൾ പോലും വെടിഞ്ഞ് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് യഥാർത്ഥ ഭഗവാനെ അറിയാനുള്ള വ്രതം. മറ്റതൊക്കെ നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുള്ള വ്രതമാണ്. ആ തപസ്സിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്, അതിലും അധികം ശ്രേഷ്ഠനാണ് എന്നിൽ മനസ്സ് വയ്ക്കുന്ന യോഗി. ഇനി ഒരുപാട് വായിച്ച് ഒരുപാട് അറിയാം, പലതും അറിയാം, എങ്ങനെയൊക്കെ ചോദിച്ചാലും ഏത് ശ്ലോകം എവിടെ നിന്ന് ചോദിച്ചാലും അറിയാം, അത് വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭഗവാൻ പറയുന്നു, അതുമല്ല കാര്യം. എന്നിൽ മനസ്സ് വയ്ക്കൂ, എന്നെ ആസ്വദിക്കൂ, എന്നെ അനുഭവിക്കൂ, അവനാണ് ശ്രേഷ്ഠൻ. ഇനി കർമ്മം ചെയ്യുക. ഈശ്വര ആരാധന തുടങ്ങിയ കർമ്മങ്ങളായാൽ പോലും ഭഗവാനിൽ മനസ്സ് വയ്ക്കാതെ അതിൽ ആ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ചിട്ടകൾ തെറ്റാതെ ചെയ്യണം എന്ന ആ ഒരു ചിട്ടയ്ക്ക്, ആചാര അനുഷ്ഠാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആ കർമ്മത്തെക്കാളും ഭഗവാൻ പറയുന്നു, അതിലും എനിക്കിഷ്ടം ഒരു പക്ഷേ ഇതൊന്നും ചെയ്യാതെ എന്നും എന്നിൽ മനസ്സ് വച്ചിരിക്കുന്ന ആ യോഗിയെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന വാക്കുകൾ തപസ്വി, ജ്ഞാനി, കർമ്മി, ഇവയൊക്കെ തന്നെ ആ യോഗിയുടെ തലത്തിൽ എത്തിയവരെയും പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇതൊക്കെ ഉപയോഗിച്ചത് പുണ്യം ആഗ്രഹിച്ച് ഇതേപോലെ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടി, ലൗകികമായ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള കർമ്മം ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം കുറേ അറിവുകൾ സമ്പാദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് ചെയ്യുന്ന ഈ കർമ്മങ്ങളെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. ഇതിനേക്കാളും ശ്രേഷ്ഠനാണ് ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ച് ഭഗവാനോട് കൂടെ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സുകൊണ്ട് ഭഗവാനിൽ ലയിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ യോഗിയാണ് ശ്രേഷ്ഠൻ, അവനെയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ പറയുന്നു. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. ഇവിടെ യോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും പറയുന്നു, ഈ യോഗികളിൽ തന്നെയും യുക്തതമനായിട്ടുള്ളത് ആരാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. 47-ാമത്തെ ശ്ലോകം. യോഗിനാം അപി സർവേഷാം മദ്ഗതേന മദ്ഗതേന ശ്രദ്ധാവാൻ ഭജതേ യഹ മാം യോ മാം സഹ മേ യുക്തതമഃ മതഃ യുക്തതമോ മതഃ. ശ്രദ്ധാവാൻ, ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങളിലും ഗുരുവാക്യങ്ങളിലും ശ്രദ്ധയോടെ, അത് ജീവിതത്തിൽ പകർത്തേണ്ട ജീവിത പാഠങ്ങളാണ് എന്ന ചിന്തയോടെ, യഹ ആരാണോ അത് പ്രായോഗിക ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് ഭഗവാനോട് മദ്ഗതേന, ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച്, അന്തരാത്മന, ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന രീതിയിൽ ഭാവന ചെയ്തുകൊണ്ട്, മാം ഭജതേ, എന്നെ ഭജിക്കുന്നത്, ഭഗവാൻ പറയുകയാണ്, എന്നെ ആരാണോ നിരന്തരം യാതൊന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ ആ സാന്നിധ്യം, ആ അനുഭവം മാത്രം മതി എന്ന ചിന്തയിൽ ആരാണോ എന്നെ ഭജിക്കുന്നത്, സഹ, അങ്ങനെയുള്ളയാൾ, സർവേഷാം യോഗിനാമപി, എല്ലാ യോഗികളിലും വെച്ച്
മേ എനിക്ക് യുക്തതമഹ ഏറ്റവും നന്നായിട്ട് എന്നിലേക്ക് ലയിച്ചു ചേർന്നവനാണ് എന്നാണ് എൻ്റെ മതഹ, എൻ്റെ അഭിപ്രായം. അവൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള ഓരോരോ തിരിച്ചറിവുകളാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മൾ ഓരോ വഴിപാട് കഴിക്കുന്നതും വ്രതങ്ങൾ എടുക്കുന്നതും ഒക്കെ ആ ഭക്തി മാർഗം തന്നെ. പക്ഷെ അതൊക്കെ ഏറ്റവും തുടക്കഘട്ടമാണ്. അതുകൊണ്ട് എപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമായിട്ടേ അതിനെ കാണാവൂ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വ്രതമെടുത്തും അതുപോലെ അതിലൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം വേണം എന്ന് ആഗ്രഹിച്ചും പോകാതെ മനസ്സിനെ ഭഗവാനിൽ ലയിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വ്രതമോ ഉപവാസമോ ശരീരത്തിനെ പീഡിപ്പിക്കേണ്ട. അതുപോലെ എന്തിന് സ്വാധ്യായം പോലും പിന്നീട് അതിൻ്റെ ആവശ്യം പോലും ഇല്ലാത്തൊരു കാലഘട്ടം വരും. വെറുതെ ഇരുന്നാൽ തന്നെ ഭഗവാൻ കൂടെയുണ്ടെന്ന ആ ഒരു അനുഭവം ഉണ്ടായിത്തീർന്നാൽ പിന്നെ ഒന്നും വേണ്ട, ഒരു തപസ്സും വേണ്ട, ഒരറിവും വേണ്ട, ഒരു കർമ്മവും വേണ്ട. ഭഗവാൻ കൂടെയുള്ള ആ അനുഭവം മാത്രം മതി. അങ്ങനെയുള്ള ഭഗവാൻ പറയുന്ന വാക്കുകൾ ജീവിതത്തിൽ പകർത്തുക, അതാണ് ശ്രദ്ധാവാൻ എന്ന് ഭഗവാൻ പറഞ്ഞത്. ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നത് തനിക്ക് പുണ്യം കിട്ടാനാണ് എന്ന ചിന്തയല്ല വേണ്ടത്. ഈ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തണം, എന്നിട്ട് ഭഗവാനിലേക്ക് എനിക്ക് ചേരണം, ഭഗവാനെ എനിക്ക് അനുഭവിക്കണം, ഓരോ നിമിഷവും ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നവൻ ആരോ അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മത. ഇവിടെ ധ്യാനയോഗം 6-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിലൂടെ ഭഗവാൻ ഒരുപാട് സാധനകളെക്കുറിച്ച് പറഞ്ഞു. ഏകാന്ത ധ്യാന പരിശീലനമെന്ന യോഗത്തിലൂടെ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കുക എന്ന ആ യോഗ മാർഗത്തെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. എന്നാൽ അതിനൊക്കെ തന്നെ അതിനു മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആദ്യം പരിശീലനത്തിൽ വന്ന് അതിൽ ആ ഒരു സമചിത്തത, കർമ്മഫലേച്ഛ വെടിഞ്ഞ് ആ ഒരു സമചിത്തത നേടണം. ഈ ലോകത്തിലെ ജീവിത സൗകര്യങ്ങളിലൊന്നും ഒരാഗ്രഹവുമില്ലാതെ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ധ്യാനം അതിന് ഏകാഗ്രത ഉണ്ടാവുകയുള്ളൂ. ആ ധ്യാനത്തിനുള്ള ഏകാഗ്രത നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൽ പിന്നെ ഭഗവാൻ പറഞ്ഞ ആ സാധനാക്രമത്തിലൂടെ ആദ്യം സവികൽപ്പ സമാധി, പിന്നീട് നിർവികൽപ്പ സമാധിയിലേക്ക് എത്തണം. ഇങ്ങനെ സർവത്ര സമദർശനം ആയിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പരമമായ യോഗാവസ്ഥ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അർജുനൻ ചോദിക്കുന്നു, ചഞ്ചലചിത്തരായ മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് സാധിക്കും. എന്നാൽ പിന്നീട് ഭഗവാൻ പറഞ്ഞു, ഒരു ജന്മം കൊണ്ട് സാധിക്കില്ലെങ്കിലും ഓരോ ജന്മമെടുത്തായാലും ആ ജന്മത്തിലൊക്കെ ഈ സാധന അതിൻ്റെ ആ തീവ്രത കൂട്ടിക്കൂട്ടി വന്ന് ഒരുപാട് ജന്മമെടുത്തായാലും അവസാനം ആ പരമമായ ആ യോഗാവസ്ഥയെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ പറഞ്ഞു. ഒപ്പം തന്നെ അവസാനമായിട്ട് ഭഗവാൻ പറയുന്നു, ബാഹ്യമായ കർമ്മങ്ങളൊന്നും ഭഗവാൻ നോക്കുന്നില്ല. അതൊക്കെ നമ്മളെ ഈ ഒരു ഭക്തിയിലേക്ക് നയിക്കാനുള്ള ചില ഘടകങ്ങൾ മാത്രമാണ്.
ഭഗവാൻ നോക്കുന്നത് മനസ്സ് ഭഗവാനിലാണോ എന്ന് മാത്രമാണ്. ആ സങ്കല്പം കൊണ്ട്, ഭാവന കൊണ്ട് ഭഗവാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറ്റണം. ഭഗവാനാണ് എനിക്ക് സ്വന്തം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെയും ആവശ്യമില്ല. ഒന്നും ഒരു വഴിപാടും കഴിപ്പിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും വേണമെന്ന ആഗ്രഹമില്ല. കാരണം ഭഗവാനെ കിട്ടി, എനിക്കത് മതി എന്ന് ചിന്തിക്കുന്നവൻ ആരോ ആ ആളാണ് എല്ലാ യോഗികളിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അവൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു അധ്യായം, ധ്യാനയോഗം എന്ന അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ഠോധ്യായഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.